ഹലോ മക്കളെ, എന്തൊക്കെയാ എൻ്റെ കുഞ്ഞുമക്കളെ വിശേഷങ്ങൾ? എല്ലാവരും നന്നായി പഠിക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം പുസ്തകത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? പറക്കും വീട്. എന്താണ്? പറക്കും വീട്. ദേ നല്ല ഭംഗിയുള്ളൊരു ചിത്രം അല്ലേ? ആരൊക്കെ ചിത്രത്തിലുള്ളതൊന്ന് നോക്കിക്കേ. വീട്ടിൽ ആരൊക്കെയുള്ള? വീടിൻ്റെ മുറ്റത്ത് ഒരു മുത്തശ്ശിയുണ്ട്, അമ്മയുണ്ട്, പിന്നെയോ 2 മക്കളുണ്ട്, ഒരു നായയുണ്ട് അല്ലേ? വളരെ ഭംഗിയുള്ളൊരു ചിത്രം അല്ലേ? അപ്പോൾ ഒരു കുഞ്ഞു പാട്ടാണ് ഇതിൽ ഉള്ളത്. നമുക്കൊന്ന് പാടി നോക്കാം. മാമിൻ്റെ കൂടെ ഒരുമിച്ച് മക്കളും പാടുക. ഓക്കെ. മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട്, പുലർക്കാല മഞ്ഞും പുതച്ചു നിൽപ്പൂ, മുറ്റത്തു ചേലുള്ള പൂക്കളുണ്ടേ, ചുറ്റിലും പച്ചപ്പ് കാവലുണ്ടേ, അച്ഛനും അമ്മയും വീട്ടിലുണ്ടേ, മക്കളുടെ കളിച്ചിരികൾ കൂട്ടിനുണ്ടേ, പാട്ടും പഴങ്കഥക്കൂട്ടവുമായി പൂവെട്ടി മെടയുന്ന മുത്തശ്ശിയും. അല്ലേ? എന്താ പറഞ്ഞത്? മൈലാഞ്ചി മലയിലെ ഒരു കുഞ്ഞു വീട് അല്ലേ? പുലർക്കാല മഞ്ഞും പുതച്ചു നിൽപ്പൂ. എന്താണ്? നല്ല മൈലാഞ്ചി മലയിലുള്ള ഒരു കുഞ്ഞു വീടിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണിത് അല്ലേ? മുറ്റത്ത് ചേലുള്ള പൂക്കളുണ്ട്, ചുറ്റിലും പച്ചപ്പുണ്ട് അല്ലേ? നിറയെ മരങ്ങളുണ്ട് അല്ലേ? ചുറ്റിലും പച്ചപ്പുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട് വീട്ടില്, പിന്നെ മക്കളുടെ കുട്ടികളുടെ കളിച്ചിരികളുണ്ട് അല്ലേ? പാട്ടും കഥകളും ഒക്കെ ആയിട്ട്, പാട്ടും കഥകളൊക്കെ പറഞ്ഞു തരാനായിട്ട് ആരാണ്? ഈ പൂവെട്ടി മെടയുന്ന ഒരു മുത്തശ്ശി ഉണ്ട്. ആ ചിത്രത്തിൽ നോക്കിക്കേ, പൂവെട്ടി മെടയുന്ന മുത്തശ്ശിയെ കണ്ടോ? മക്കള് കളിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും ഉള്ള നല്ല സന്തോഷമുള്ള മൈലാഞ്ചി മലയിലെ ഒരു കുഞ്ഞു വീടാണിത് അല്ലേ? അപ്പോൾ അതേ ഒരാളെന്തോ പറയുന്നുണ്ട്. ആരാ പറയുന്നേ? ആ വീടാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഞാനാണ് കുഞ്ഞു വീട്. വീട് സംസാരിക്കുകയാണ് നമ്മളോട്. വീടിനെന്തോ പറയാനുണ്ട്. നമുക്കൊന്ന് നോക്കാം. മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞു വീട് അല്ലേ? മൈലാഞ്ചി മലയിലെ കിഴക്കേ ചെരുവിലാണ് ഞാൻ ഉള്ളത് എന്നാണ് പറയുന്നത്. എബിയും യാമിയും ജോബിനും എല്ലാം പുറത്തു പോയതാണ്. അവരൊക്കെ ആരാണ്? നമ്മൾ ചിത്രത്തിൽ കണ്ടില്ലേ 3 കുട്ടികളെ? അവരുടെ പേരാണ് എബി, യാമി, ജോബിന്. അവരെല്ലാം പുറത്തു പോയതാണ്. എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ്, ഇനി വയ്യ. എല്ലാവരും പുറത്തൊക്കെ പോയതാണ്, ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണ് വീട് പറയുന്നത് അല്ലേ? വീട്ടുകാർ എല്ലാവരും പുറത്തു പോകുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, മക്കൾ സ്കൂളിൽ പോകുന്നു, ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു അല്ലേ? എല്ലാവരും അച്ഛനമ്മയും ജോലിക്ക് പോകും, മക്കൾ സ്കൂളിൽ പോകും, പിന്നെ ആശുപത്രിയിലും അങ്ങാടിയിലും എല്ലായിടത്തും പോകുന്നുണ്ട്. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നുള്ളൂ. സിനിമക്കും നാടകത്തിനും പോകുന്നുണ്ട്, വിരുന്നിനും വിനോദയാത്രക്കും പോകുന്നു, ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു അല്ലേ? ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച പോലെ. ഒന്ന് കറങ്ങിയാലോ? പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ? എഴുതി വെച്ചിട്ടു പോകാം അല്ലേ? വീട് പറയാണ്. എല്ലാവരും എല്ലായിടത്തേക്കും പോകുന്നുണ്ട്, ഞാൻ മാത്രം എവിടെയും പോകാതെ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വീടിനും ഒരു ആഗ്രഹം, ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി വന്നാലോന്ന് അല്ലേ? അപ്പം ഞാൻ പോയാൽ വീട്ടുകാർ വിഷമിക്കൂലേ? ഇവിടെ എഴുതി വെച്ചിട്ട് എന്തെങ്കിലും ഞാനിങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോകാമെന്ന് അല്ലേ? അപ്പോൾ വീട് ഇതാ കണ്ടോ പറയുന്നേ, എങ്ങനെ പോകും, ഞാൻ എങ്ങനെയാ പോകുകയെന്ന് അല്ലേ? എന്നിട്ട് വീട് പറയാണ്, നടന്നു പോകാനാവില്ലല്ലോ, കാലുകളില്ലല്ലോ, പറന്നു പോകാനാവില്ലല്ലോ, ചിറകുകളില്ലല്ലോ, ഉരുണ്ടു പോകാനാവില്ലല്ലോ, ചക്രവുമില്ലല്ലോ, എങ്ങനെ പോകും, ആര് സഹായിക്കും? അപ്പൊ വീട് പറയാണ്, നടന്നു പോകാൻ എനിക്ക് കാലുകളുമില്ല, പറന്നു പോകാനോ അതിനാണെങ്കിൽ ചിറകുമില്ല, എന്നാൽ ഉരുണ്ടു പോകാന്ന് വെച്ചാൽ അതിന് ചക്രവുമില്ല, ഇനി ഞാൻ എങ്ങനെ പോകും? അങ്ങനെ നല്ല സങ്കടത്തിൽ ഇങ്ങനെ വീട് ഇങ്ങനെ ഇരിക്കുകയാണ്, എങ്ങനെ പോകും എന്ന് വിചാരിച്ച്. അപ്പോഴതേ ഒരാൾ പറന്ന് വരുന്നുണ്ട്.
ഞാൻ സഹായിക്കാം. ആരാ അവിടെ വന്ന് ഞാൻ സഹായിക്കാന്ന് പറഞ്ഞത്? ആ, കാറ്റാണല്ലേ. കാറ്റ് വന്നിട്ട് പറയും ഞാൻ സഹായിക്കാം നിന്നെ. കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ട് വന്ന കാറ്റ് പറഞ്ഞു. അങ്ങനെ കാറ്റിന്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു അല്ലേ. കാറ്റ് വീടിനെയും കൊണ്ട് പറന്നുപോയി അല്ലേ. കണ്ടോ, തൊട്ടപ്പുറത്തെ പേജിൽ കണ്ടോ, വീടിനെ കൊണ്ട് കാറ്റ് പറന്നു പോകുന്ന വീടിന്റെ മുഖത്തുള്ള സന്തോഷം കണ്ടോ മക്കള്? ഹായ്, എന്തെല്ലാം കാഴ്ചകൾ. തിന്തകത്താരോ തകത്തെയ്തകത്താരോ, കാറ്റിന്റെ കൈകളിൽ തൂങ്ങി നീലവാനിൽ പറക്കുന്നു വീട്. പച്ചയിൽ പാൽ നിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിന്നി. ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു. തിന്തകത്താരോ തകത്തെയ്തകത്താരോ. ആഹാ, നല്ല ഭംഗിയുള്ള ഒരു പാട്ടല്ലേ. ഓക്കെ, അപ്പം എന്താണ്? കാറ്റ് വീടിനെയും കൊണ്ട് അങ്ങനെ പറന്നു പോവുകയാണ്. അപ്പം എന്താണ്? നിലാവാനിൽ പറക്കുന്ന വീടാണ്. പച്ചയിൽ പാൽനിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിന്നി. അപ്പോൾ എന്താണ്? ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കാണുന്നുണ്ട്. ഒരു ചിത്രം വരച്ച പോലെ, നല്ല മുകളിൽ നിന്ന് നോക്കിയിട്ട് ഒരു ചിത്രം വരച്ച പോലെ തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, തൊട്ടപ്പുറത്ത് നോക്കൂ. ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ, നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ കണ്ടിട്ടുണ്ട് മക്കളെ? നിങ്ങളുടെ വീടൊക്കെ എങ്ങനത്തെ രീതിയിലുള്ള വീടാണ്? അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഓലമേഞ്ഞ വീട് അല്ലേ. ഓലമേഞ്ഞ വീടുണ്ട്, പിന്നെയോ ഓട് മേഞ്ഞ വീടുണ്ട്, ടെറസിട്ട വീടുണ്ട്, ഷീറ്റിട്ട വീടുമുണ്ട് അല്ലേ. ആ ചിത്രത്തിൽ താഴെ ചിത്രത്തിലൊന്ന് നോക്കിയേ. അതിൽ ചിത്രത്തിൽ മേഞ്ഞ വീടും കാണുന്നുണ്ട്, ഓട് മേഞ്ഞ വീട് കാണുന്നുണ്ട്, ടെറസിട്ട വീട് കാണാൻ പറ്റുന്നുണ്ട്, ഷീറ്റിട്ട വീടും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാ ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ എന്നുള്ള കോളത്തിൽ ഓലമേഞ്ഞ വീട്, ഓട് മേഞ്ഞ വീട്, ടെറസിട്ട വീട്, ഷീറ്റിട്ട വീട്. ഓക്കെ, അത് മൂന്നും എഴുതുക. കാറ്റിൻ്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി. ഒത്തിരി കാഴ്ചകൾ. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ, നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ, കെട്ടിടങ്ങളുടെ നീണ്ട നിര, എങ്ങും തിക്കും തിരക്കും അല്ലേ. അപ്പോൾ വീട് എവിടെ എത്തിപ്പോ? ഒരു സിറ്റിയിൽ എത്തിയിട്ടുണ്ടല്ലേ. ഒത്തിരി കാഴ്ചകൾ കാണുന്നുണ്ട്. എന്തൊക്കെ കാണുന്നേ? മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കാണുന്നുണ്ട് അല്ലേ. പിന്നെയോ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകൾ കാണുന്നുണ്ട്, കെട്ടിടങ്ങളുടെ നീണ്ട നിര. സിറ്റിയിൽ അങ്ങനെയല്ലേ, ആകെ തിക്കും തിരക്കും ബഹളവുമായിട്ട് അല്ലേ. ഗ്രാമത്തിലെ പോലെയാണോ സിറ്റിയിൽ? അല്ലല്ലോ. ഓക്കെ, അപ്പോൾ വീട് പറയണേ, ഹോ ഇത്ര വലിയ വീടോ, വലിയ കെട്ടിടങ്ങൾ കണ്ടിട്ട് വീട് പറയണേ ഇത്രയും വലിയ വീടോ. അപ്പോൾ ആ കെട്ടിടം പറയാണ്, ഞാനൊരു വലിയ കെട്ടിടമാണ്, എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു അല്ലേ. ഇതുപോലുള്ള ഫ്ലാറ്റിൽ അങ്ങനെയല്ലേ, ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ടാകും അല്ലേ. അപ്പോൾ കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. എന്താണ്? ഡാഷ് വന്ന കാറ്റ്, ഡാഷ് സൗധങ്ങൾ, ഡാഷ് ടാറിട്ട റോഡുകൾ. അപ്പം എന്താണ്? എന്ത് വന്ന കാറ്റാണ് പറയുന്നത്? കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ട് വന്ന കാറ്റ് അല്ലേ. രണ്ടാമത്തേതോ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ. മൂന്നാമത്തേത് നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ അല്ലേ. ഹോ എന്തൊരു ചൂട്, ഒരു മരം പോലും ഇല്ല. അതാ അവിടെ ഒരു വീട് പണിയുന്നു അല്ലേ. അതാ അവിടെ ഒരു വീട് പണിയുന്നു. ഒരു വീട് പണി നടക്കുന്ന ഒരു സ്ഥലത്തെത്തി അവർ. അപ്പോൾ അതോ താഴെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ചു കണ്ടെത്താം. എന്തൊക്കെയാണ് വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ? എന്തൊക്കെയാണ് മക്കളൊന്ന് പറഞ്ഞു നോക്ക്. എന്തെല്ലാം ഉണ്ടാകും?
തറപ്പണിക്കാരുണ്ടാകും, പിന്നെയോ തേപ്പ് പണിക്കാരുണ്ടാകും, വയറിങ് പണിക്കാരുണ്ടാകും, എഞ്ചിനീയർ ഉണ്ടാകും, പിന്നെയോ വയറിങ് പണിക്കാർ, അങ്ങനെ ഒരുപാട് ജോലിക്കാരുണ്ടാകും അല്ലേ. അപ്പോൾ ദാ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയെന്ന് എഴുതാം. ഓക്കെ, അടുത്തത് ചൊല്ലി രസിക്കാം. അപ്പം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഓക്കെ അല്ലേ? വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെ എങ്ങനെ എങ്ങനെയാ, വിത്തുമുളച്ചോ കൊമ്പു തളിർത്തോ വേരിൽ നിന്നും പൊട്ടിമുളച്ചോ. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെ എങ്ങനെ എങ്ങനെയാ, തറ പടുക്കണം തറ നിറയ്ക്കണം, കട്ടിള വെക്കണം കതകു കൂട്ടണം, ചിന്തേരിട്ടു മിനുക്കിയെടുക്കണം, ചുമരു കെട്ടണം മേൽക്കൂര വാർക്കണം, ചെത്തിത്തേക്കണം തറ മിനുക്കണം, പെയിന്റ് അടിക്കണം പത്രാസാക്കണം. വീടുണ്ടാക്കുവതെങ്ങനെയാ, അങ്ങനെ അങ്ങനെ അങ്ങനെയാ. നല്ല ഭംഗിയുള്ളൊരു പാട്ടല്ലേ. അപ്പം എന്താണ് ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ആണോ മക്കളെ? എന്തൊക്കെ വേണം? തറ പടക്കണം, എന്നിട്ട് അതിൽ തറ നിറക്കണം, മണ്ണ് നിറക്കണം, കട്ടിള വെക്കണം, കതക് കൂട്ടണം, ചിന്തേരി മിനുക്കണം, പിന്നെയോ ചുമര് കെട്ടണം, മേൽക്കൂര വാർക്കണം അല്ലേ, ചെത്തിത്തേക്കണം, തറ മിനുക്കണം, പെയിന്റ് അടിക്കണം, അങ്ങനെ എന്തെല്ലാം പണി കഴിഞ്ഞിട്ടാണ് നല്ല ഭംഗിയുള്ളൊരു വീടാകുന്നതല്ലേ. ഓക്കെ, തണല് തേടി കുഞ്ഞു വീട് താണു പറന്നു. നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞു വീടിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വരി വരിയായി പുളിയുറുമ്പുകൾ. അവ എന്താണ് ചെയ്യുന്നത്? ഇലകൾ തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുന്നു അല്ലേ. ആ കുഞ്ഞുറുമ്പുകൾ എന്ന് നോക്ക്, ഇലകള് തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുകയാണ് അവരല്ലേ. മക്കൾ കണ്ടിട്ടുണ്ടോ ഉറുമ്പുകൾ ഇലകൾ തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുന്നേ? നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവിന്മേലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഇനി മുതലൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, വരികൾ ചേർത്തു പാടാം. താഴെ നോക്കൂ. ഇലകൾ കൂട്ടിയെടുത്തൊരു കൂട് പുളിയനുറുമ്പിൻ കൂടാണേ, വെളുത്ത നൂലാൽ കൊരുത്തെടുത്ത് ചിലന്തി തന്നെ വലയാണേ, ഇലകൾ തുന്നി കൂട്ടിയെടുത്തത് തുന്നാരം കുരുവി തന്നെ കൂടാണേ അല്ലേ. ചുള്ളിക്കൊമ്പും നാരും ചേർത്തത് കാക്ക തന്നെ കൂടാണേ അല്ലേ. ചുള്ളിക്കമ്പും നാരൊക്കെ ചേർത്ത് കൂടുണ്ടാക്കുന്നത് ആരാണ്? കാക്കയാണ്. ഇലകൾ കൂട്ടിയെടുത്ത് കൂടുണ്ടാക്കുന്നത് പുളിയുറുമ്പാണ്. വെളുത്ത നൂലാൽ കോരിയെടുത്ത് കൂടുണ്ടാക്കുന്നത് ചിലന്തിയാണ്. ഇലകൾ തുന്നി കൂട്ടിയെടുത്ത് കൂടുണ്ടാക്കുന്നത് ആരാണ്? തുന്നാരം കുരുവിയാണല്ലേ. ഓക്കെ, അപ്പം ദേ അപ്പുറത്ത് നോക്കൂ. കുഞ്ഞു വീട് നന്നേ ക്ഷീണിച്ചു. വഴിയറിയാതെ കുഞ്ഞു വീടും കാറ്റും വട്ടം ചുറ്റി. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? കണ്ടോ, കുഞ്ഞു വീട് ആകെ ക്ഷീണിച്ചു കാറ്റും. പിന്നെ അവർക്ക് പോയി വഴിയറിയാതെ ആയി. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒരു മലയുടെ നെറുകിൽ കയറി കുടി പാർക്കാൻ നോക്കി വീട്. അരുതെന്ന് വിലക്കി മലയും. എന്തുകൊണ്ടാണ് മല പറഞ്ഞത്? മല എന്തിനാണ് പറഞ്ഞത് ഇവിടെ കുടി പാർക്കാൻ പറ്റില്ല എന്ന്? എന്താണ്? ഉരുൾ പൊട്ടാനിടയുണ്ട് എന്ന് മല പറയാണ്. ഉരുൾ പൊട്ടാനിടയുണ്ട്, ഇവിടെ താമസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞോ ഒരു പുഴയുടെ തീരം കണ്ടു. കുടി പാർക്കാൻ വീട് അവിടെ ചെന്നു. അരുതെന്ന് വിലക്കി പുഴയും. മഴ പെയ്താൽ കര കവിയും ഞാൻ. പുഴ എന്ത് പറഞ്ഞു? പറ്റില്ല, ഇവിടെ താമസിക്കാൻ പറ്റില്ല. കാരണം എന്താ? മഴ പെയ്താൽ കര കവിയും, വെള്ളം കയറുന്നു, വീട്ടില് വെള്ളം കയറും എന്ന് പറഞ്ഞു. അവസാനം അവരെവിടെ എത്തി? കാടിന്റെ നടുക്കൊരു ദിക്കില് വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടി പാർക്കാൻ നോക്കി വീട്. അരുതെന്ന് വിലക്കി കാട്. തക തെയ്തക തെയ്തക തെയ്ത, തക തെയ്തക തെയ്തക തെയ്ത. അപ്പോൾ എന്താണ്? കാട് എന്തുകൊണ്ടാണ് പറഞ്ഞത്? വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടി പാർക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്?
ആ വീടിന് അവിടെ താമസിക്കണം, വീട് അവിടെ നിൽക്കണം, കുടി പാർക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മരങ്ങൾ വെട്ടി നശിപ്പിക്കേണ്ടി വരും അല്ലേ? അതുകൊണ്ടല്ലേ അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ ദാ താഴെ കണ്ടോ, കാടിന്റെ നടുവിൽ വീട് വെക്കരുതെന്ന് കാട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടി വരും വീടിനവിടെ കുടിപാർക്കണം എന്നുണ്ടെങ്കിലേ. അപ്പൊ കാട് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇവിടെ വീട് വെക്കരുതെന്ന് പുഴ പറയാൻ കാരണം എന്താണ്? പുഴയുടെ അരികിൽ വീട് നിന്നാല് മഴ പെയ്യുന്ന സമയത്തും ഒക്കെ ആയിട്ട് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. മലയുടെ മുകളിൽ കുടിപാർക്കാൻ നോക്കിയ വീടിനോട് മല പറഞ്ഞത് എന്താണ്? ഇവിടെ താമസിക്കാൻ പാടില്ല, കാരണം എന്താണ്? ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെ പറന്ന് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത് അല്ലേ? ഇനി മുന്നോട്ട് ഒരടി വയ്യ, അവര് രണ്ടുപേരും ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു സ്കൂൾ മുറ്റം കണ്ടു, അവിടെ നിന്നു. കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിലെത്തിയത്. എങ്ങനെയാണ്? കുഞ്ഞു വീടിനെ അവിടെ കാണാനില്ല, ആ ഒരു സങ്കടത്തിലാണ് അവള്. മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ട് ഓടി. എന്തൊരു അത്ഭുതം! മുറ്റത്തതാ കുഞ്ഞു വീട്. അവൾ അത്ഭുതപ്പെട്ടു. സ്കൂളിന്റെ മുറ്റത്ത് അവളുടെ കുഞ്ഞു വീട് അല്ലേ? കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടു നോക്കി, തള്ളി നോക്കി. വീടിന് ചുറ്റും കുട്ടിക്കൂട്ടം ആർത്തുല്ലസിച്ചു. അവളും അവരോടൊപ്പം കൂടി. അപ്പൊ എന്താണ്? പെട്ടെന്നൊരു വീട് അവിടെ വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര അത്ഭുതം. അവരെന്ത് ചെയ്തു? കുട്ടികള് വീടിനെ ഒന്ന് തൊട്ടു നോക്കി, മെല്ലെ ഒന്ന് തള്ളി നോക്കി, ഇത് ശരിക്കുള്ള വീടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടെ ആർത്തു രസിച്ചു അല്ലേ? അങ്ങനെ യാമിയും അവരോടൊപ്പം കൂടി. അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണുമുറിയിലും ഒക്കെ കയറി ഇറങ്ങി കളി തുടങ്ങി. എല്ലാ കുട്ടികളും കൂടെ പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജനാലകളിലും വരാന്തയിലും ഒക്കെ കെട്ടി വീട് അലങ്കരിച്ചു. അവര് പാട്ടും കളികളുമായി കുഞ്ഞുവീടിന് വരവേൽപ്പ് നൽകി അല്ലേ? ചിത്രത്തിൽ നോക്ക്. നിങ്ങളുടെ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞു വീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? എന്തായിരിക്കും നിങ്ങളെ സ്കൂൾ മുറ്റത്തേക്ക് കുഞ്ഞു വീട് വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ബലൂണുകളും വർണ്ണക്കടലാസുകളും കൊണ്ട് വീട് ഭംഗിയായി അലങ്കരിക്കും അല്ലേ? വീടിന് ചുറ്റും പൂച്ചെടികൾ നട്ട് പൂന്തോട്ടം നിർമ്മിക്കും. പല നിറത്തിലുള്ള പെയിന്റുകൾ അടിച്ച് വീട് ഭംഗി കൂട്ടും അല്ലേ? താഴെ നോക്കൂ. ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടെത്താം. എന്താണ്? ആരവം. ഒരടി വെയ്യ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? തീരെ വയ്യ. അടിവരയിട്ട പദത്തിന് പകരപദം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാം. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് സ്വീകരണം നൽകി. അപ്പൊ അടിവരയിട്ടത് ഏത് വേർഡിനാണ്? സ്വീകരണം. സ്വീകരണം എന്നുള്ളതിന് വരവേൽപ്പ് അല്ലേ? പാടി രസിക്കാം. കുരുവി. ഇതേ കണ്ടോ? ഒരു കുരുവിയുടെ കൂടിനടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ? അപ്പൊ നമുക്ക് പാടാം. വാ കുരുവി വരു കുരുവി വാഴക്കൈമേലിരി കുരുവി നാരു തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ ചൂടല്ലേ തണലിലിരിക്കുക സുഖമല്ലേ നീ വെറുതെ പോകരുതേ തണൽ കിട്ടാതെ വലയരുതേ. ഈ പാട്ട് ആരെ എഴുതിയതാണ്? ജി ശങ്കരക്കുറുപ്പ് എഴുതിയതാണ്. അപ്പൊ അപ്പുറത്ത് നോക്കൂ, ക്ഷണക്കത്ത്. അങ്ങനെ കുരുവി ഒരു കൂടുണ്ടാക്കി ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം. കുരുവി തീരുമാനിച്ചു. തയ്യാറാക്കിയ ക്ഷണക്കത്ത് വായിക്കാം. ക്ഷണക്കത്ത് നോക്കൂ എല്ലാവരും. ക്ഷണക്കത്ത്. മൈലാഞ്ചിമല. കൂട്ടുകാരെ, ഞാനൊരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച അവിടെ താമസമാവുകയാണ്. അവിടെ 10 മണിക്ക് മുത്തശ്ശിമാവിന്റെ ചുവട്ടിലെ മുല്ലപ്പന്തലിൽ വച്ചാണ് ചടങ്ങ്. കുടുംബത്തോടൊപ്പം വരണേ. കുരുവി മൈലാഞ്ചിമല. കണ്ടോ? അവിടെ ഡേറ്റ് കൊടുക്കാനുള്ളതാണ് അവിടെ ഡാഷ് ഇട്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ.
മറ്റേതെല്ലാം രീതിയിൽ നമുക്ക് ക്ഷണിക്കാൻ കഴിയും പറഞ്ഞു നോക്കാം അല്ലേ? വേറൊരു ക്ഷണക്കത്ത് അല്ലേ, നമ്മുടെ രീതിയിലായിട്ടുള്ള ഒരു ക്ഷണക്കത്ത് എഴുതാനാണ് പറഞ്ഞത്. ഇത് മറ്റൊരു ക്ഷണക്കത്ത് നോക്കൂ. മൈലാഞ്ചി മല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വരുന്ന ഞായറാഴ്ച ഡേറ്റ് കൊടുക്കുക. എൻ്റെ വീടിൻ്റെ പാല് കാച്ചലാണ്. അന്ന് രാവിലെ 10 മണിക്ക് മുത്തശ്ശി മാവിൻ്റെ ചുവട്ടിലെ മുല്ലപ്പന്തലിൽ വെച്ച് നടത്തുന്ന ചടങ്ങിൽ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണേ. സ്നേഹപൂർവം കുരുവി, മൈലാഞ്ചിമല. അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ഷണക്കത്ത് തയ്യാറാക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും മിസ് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.